സൗരഭ്യം പരത്തുന്ന ബന്ധങ്ങളാണ് ഇന്നാവശ്യം. നാറുന്ന ബന്ധങ്ങൾ ബന്ധപ്പെടുന്നവരെക്കാൾ മറ്റുള്ളവർക്കാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരു വ്യക്തിയുടെ ദൈവവുമായുള്ള ബന്ധവും ഒന്നുകിൽ സൗരഭ്യം പരത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകും. ജീവസന്ദേശത്തിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വിവിധ തലങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാന്തനും കാന്തയും എന്ന ബന്ധത്തിൻ്റെ മനോഹാരിതയാണ് ഉത്തമഗീത പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാനുഷിക ബന്ധങ്ങളിലെ വളരെ ഊഷ്മളമായ ഈ ബന്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ചൂടിന് മാറ്റുകുറയ്ക്കുവാൻ കഴിയാത്ത സൗന്ദര്യവുമായി ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിൻ്റെ കാന്തയുടെ സൗന്ദര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു. ഉത്തമഗീതം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമേ പെട്ടെന്ന് പുറത്തു വരൂ. എന്താണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്? ഹൃദയത്തിനും ജീവിതത്തിനും മൊത്തവും കുളിർമയും അർത്ഥവും നൽകുന്ന അതേക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെയാണല്ലോ നാം പഠിച്ചത്. ഈ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായി കാണിക്കുന്നതായ പല കാര്യങ്ങൾ നാം കണ്ടു. അവൻ്റെ ചുംബനം, അവൻ്റെ സ്നേഹം, അവൻ്റെ ആകർഷണ ശക്തി, അവൻ്റെ പള്ളിയറ, തുടർന്ന് വെയിൽ കൊണ്ട് കറുത്ത് കരിവാളിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇടയൻ തുടർന്ന് പറയുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തൽ നടത്തുന്നതായി നാം കാണുന്നു. തുടർന്ന് മാർവിടത്തിലുള്ള മൂറിൻ കെട്ടിനെക്കുറിച്ച് നാം വായിക്കുന്നു. മണവാട്ടി വളരെ ആത്മാർത്ഥമായ പ്രസ്താവന നടത്തുന്നതായി നാം കാണുന്നു. ഇനിയും 13-ാം വാക്യം നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഞാൻ 13-ാം വാക്യം വായിക്കട്ടെ. എൻ്റെ പ്രിയൻ എനിക്ക് സ്തനങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു. വിശ്വാസികൾക്ക് മൂറിൻ കെട്ട് ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ കാണുവാൻ കൊണ്ടുവന്ന കാഴ്ചകളിൽ ഒന്ന് മൂറ് ആയിരുന്നു എന്ന് നമുക്കറിയാം. കർത്താവ് മരിച്ചപ്പോൾ അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും അവൻ്റെ ശരീരത്തിൽ പൂശുവാൻ മൂറ് കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു. ജനനം മുതൽ മരണം വരെയുള്ള അവൻ്റെ സമ്പൂർണ്ണ ജീവിതത്തെയാണ് ഈ മൂറ് സൂചിപ്പിക്കുന്നത്. അതെ, ക്രിസ്തു താങ്കളുടെ ഹൃദയത്തിലും താങ്കളുടെ മാർവിടത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അവനെക്കുറിച്ച് ധ്യാനിക്കുന്നത്, രാത്രിയിൽ ഭീതി ഉളവാകുമ്പോൾ, നിരാശ അനുഭവപ്പെടുമ്പോൾ അവങ്കിലേക്ക് ചാരുന്നത് ഏറ്റവും മനോഹരമായ കാര്യമത്രേ. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. ക്രിസ്തുവാണ് നമുക്കിതെല്ലാം ആയിരിക്കുന്നത്. സത്യം അവനാണ്, ഘനം അവനാണ്, നീതി അവൻ മാത്രമാണ്, നിർമ്മലം അവനല്ലാതെ ആരാണ്? രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത് എല്ലാം ക്രിസ്തുവാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊള്ളുക എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളുക എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ കൂടുതലായി ധ്യാനിക്കാം. അതെ, അവൻ എത്ര നല്ലവനാണ്. അവിടുന്ന് താങ്കളുടെ ജീവിതത്തിൻ്റെ നായകനായി, നടത്തിപ്പുകാരനായി, താങ്കളെ ഉത്തേജിപ്പിക്കുന്നവനായി, പ്രോത്സാഹിപ്പിക്കുന്നവനായി, താങ്കളെ വഴി നടത്തുന്നവനായി തീരണം.
അവനുമായുള്ള കൂട്ടായ്മ താങ്കൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്നതായിരിക്കും. അവൻ്റെ സ്നേഹവും കൃപയും കരുണയും എല്ലാം നിങ്ങളുടെ വകയാകുന്നു. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുക. യേശു ഇപ്പോഴും താങ്കളുടെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കൾ അവന് വേണ്ടി ഹൃദയം തുറന്ന് ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി അവനെ അംഗീകരിക്കുക. അവിടുന്ന് താങ്കളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തീർക്കും. എൻ്റെ ഒരു സ്നേഹിതൻ ഇപ്രകാരം പറഞ്ഞു, രാത്രിയിൽ ഞാൻ ഉറങ്ങുവാനായി പോകുമ്പോൾ ഒടുവിലായി ചെയ്യുന്ന കാര്യം മുകളിലേക്ക് നോക്കി കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയും. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരോട് ചോദിക്കട്ടെ, താങ്കൾ യേശുവിനോട് അങ്ങനെ പറയാറുണ്ടോ? അതേ സുഹൃത്തെ, നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാം. അവിടുന്ന് എത്ര അത്ഭുതവാനാണ്, അവിടുന്ന് എത്ര മാധുര്യവാനാണ്. അവൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആർക്കും തന്നെ ആ സ്നേഹമില്ലാതെ പിന്നെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും ചില ചടങ്ങുകൾ കൊണ്ടോ ഒരു ചെറിയ പഠന ക്ലാസ്സിൽ സംബന്ധിച്ചത് കൊണ്ടോ സംതൃപ്തി അടങ്ങി കഴിയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ വാസ്തവത്തിൽ വളരെയേറെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് താങ്കളിപ്പോൾ ഇരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ പോയിട്ട് ആരാധനക്രമം മുഴുവൻ കാണാതെ ചൊല്ലി, വിശ്വാസ പ്രമാണവും ചൊല്ലി, കർത്താവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി, ഒരു ചെറിയ ചടങ്ങ് കഴിഞ്ഞ് വരുന്നതാകുന്നു ആരാധന അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര മഠയത്തരമാണല്ലേ. താങ്കളുടെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങിയാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി അടയുന്നതാണോ ക്രിസ്ത്യ ജീവിതം? താങ്കൾക്കും എനിക്കും അനുഭവിക്കുവാൻ കഴിയുന്നത് പലതും നാം നഷ്ടപ്പെടുത്തുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടും രാവിലെ വേറെ എന്തെങ്കിലും ചടങ്ങ് നിർവഹിച്ചതുകൊണ്ടും പലരും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തു ആയിരുന്നെങ്കിൽ, ജീവിതത്തിൽ ആവേശം കൊണ്ടുവരുന്നവൻ അവനായിരുന്നെങ്കിൽ, കൂട്ടായ്മ നൽകുന്നവൻ അവനായിരുന്നെങ്കിൽ, സന്തോഷം നൽകുന്നവൻ അവനായിരുന്നെങ്കിൽ, അങ്ങനെ എല്ലാം അവനായിരുന്നെങ്കിൽ, അവിടുത്തെ കൃപയും സ്നേഹവും കരുണയും എല്ലാം താങ്കളുടേതാണ്. അനുഭവിക്കൂ, ആസ്വദിക്കൂ. ഒരിക്കലും അവനെ ആ കാര്യത്തിൽ പരിമിതിപ്പെടുത്തരുത്. അവിടുന്ന് നമുക്ക് സകലത്തിനും മതിയായവനാകുന്നു. ഇനിയും മണവാട്ടി മണവാളനിലുള്ള തൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്, അതായത് തൻ്റെ രസത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാലും 14 വാക്യം, എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. പ്രിയനെ മൈലാഞ്ചി പൂക്കുലയോട് ഉപമിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എത്ര മനോഹരമായ സംഗതിയല്ലേ. എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. ചാവുകടൽ തീരത്തുള്ള ഒരു പ്രദേശമാണ് ഈ എൻഗതി. മണലാരണ്യത്തിലെ മനോഹരമായ മരുപ്പച്ചകളിൽ ഒന്നാണ് ഈ എൻഗതി. അവിടെ നീരുറവകളുണ്ട്. ദാവീദ് ശൗലിൽ നിന്ന് ഒളിച്ചിരുന്ന വിജനപ്രദേശമാണല്ലോ എൻഗതി. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അത് ഒളിച്ചിരിക്കാൻ നല്ല സ്ഥലമായിരുന്നു. എൻഗതി വിവിധ തരത്തിലുള്ള കുറ്റിച്ചെടികൾ വളർന്നിരുന്നതായ ഒരു സ്ഥലമായിരുന്നു. മരുഭൂപ്രദേശത്ത് വളരെ മനോഹരമായ ഒരു സ്ഥാനമായിരുന്നു ഈ പറഞ്ഞത്. അതുപോലെ എൻഗതിയിലെ മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെയാണ് മണവാളൻ എന്നത്രേ ഈ മണവാട്ടി പറയുന്നത്. സൗരഭ്യം കൊടുക്കുന്ന ആ പൂക്കുലകളോട് കൂടിയ മനോഹര വൃക്ഷങ്ങളുടെ ഒരു നിര പോലെയാണ് അവളുടെ പ്രിയൻ. നമ്മുടെ കാന്തനായ ക്രിസ്തുവിനെ ഇവിടെ ആകർഷണീയനായ, സൗന്ദര്യവാനായ, സകലവും തികഞ്ഞവനായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു അവൻ്റെ ആളത്വത്തിൽ എത്രമാത്രം സൗന്ദര്യമുള്ളവനായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ വന്ന് നമ്മുടെ മനുഷ്യത്വം തൻ്റെ മേലേറ്റെടുത്തു. അവൻ എല്ലാവിധത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അവൻ പാപമില്ലാത്തവനായിരുന്നു. അവനിൽ പാപമൊട്ടുമില്ലായിരുന്നു, യേശിയിട്ട് പോലുമില്ലായിരുന്നു. അവൻ എത്ര അത്ഭുതവാൻ! അവിടുത്തെ വ്യക്തിത്വത്തിൽ ഒന്നും വികൃതമായിരിക്കുന്നില്ല. എല്ലാം പൂർണ്ണമായി ചേർന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു.
പഴയ നിയമത്തിൽ ഭോജനയാഗം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നേർത്ത സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അത് ശരിക്കും പൊടിച്ച മാവായിരുന്നു. എങ്ങും തരിയായോ മുഴച്ചു നിൽക്കുന്നതായോ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാം നമ്മുടേതായ ബലഹീനതകളുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം മുഴച്ചു നിൽക്കും. വികൃതമായ ചില സ്വഭാവങ്ങൾ, നമ്മുടേതായ ചില പ്രത്യേകതകൾ, വിരൂപതകൾ. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. അവൻ ഈ പറയുന്ന ബാലലീലകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു. പലരും തങ്ങളുടെ ബലഹീനതകളെ മറയ്ക്കുവാനും അതിൽ തുടരുവാനും ദൈവങ്ങളെ ഉണ്ടാക്കും. അതെ, ബലഹീനതകൾ അവരിൽ ആരോപിക്കുന്നു, ഈ ദൈവങ്ങളിൽ ആരോപിക്കുന്നു. തങ്ങളിലുള്ള അതേ കുഴപ്പങ്ങൾ ഈ ദൈവങ്ങളിലുമുണ്ട് എന്ന് പറഞ്ഞ് ഈ കൂട്ടർ രക്ഷപ്പെടുവാൻ ശ്രമിക്കും. എന്നാൽ യേശു ആരും ദൈവമാക്കിയവനല്ല, ദൈവമായവൻ മനുഷ്യനായതാണ്. അവിടുന്ന് വിശുദ്ധനാണ്, പാപമില്ലാത്തവനാണ്. അവൻ പാപികളോട് വേർപെട്ടവനാണെന്നാണ് ബൈബിൾ പറയുന്നത്. തൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ മനോഹര രൂപിയായിരുന്നു. മൈലാഞ്ചിക്കുല പോലെ ആയിരുന്നു എന്നാണല്ലോ നമ്മൾ വായിച്ചത്. അവനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് വളരെ താല്പര്യത്തോടും പ്രാഗൽഭ്യത്തോടും കൂടെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാൻ ഇടയായി. സുഹൃത്തെ, നിങ്ങൾ അവനെ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ജീവൻ കണ്ടെത്തുവാൻ കഴിയും. അതെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ. കർത്താവായ യേശുക്രിസ്തു ഒരു യാഗമായിരുന്നു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ എന്ന് നാം വായിക്കുന്നു. ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തതിൽ ദൈവം പൂർണ്ണമായി സംതൃപ്തനാണ്. അവൻ ക്രിസ്തുവിൽ സംതൃപ്തനാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. ദൈവം എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല. ദൈവം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ യേശുവിൽ താൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം പ്രസ്താവിച്ചു. പ്രിയ സുഹൃത്തെ, താങ്കൾ യേശുവിൽ സംതൃപ്തനാണോ? അനേകം ആളുകൾ യേശുവിൽ സംതൃപ്തരാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുവാനുള്ള ഈ നെട്ടോട്ടം ഓടില്ലായിരുന്നു, ഈ പരക്കം പാച്ചിൽ അവർ നിർത്തിയേനെ. മനുഷ്യർ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്തോട്ടമാണ്! യേശുക്രിസ്തു എത്ര നല്ലവനാണ്! എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെയായിരിക്കുന്നു. ഈ മൈലാഞ്ചി പൂക്കുലയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകത്വത്തിന് തിരുവചനത്തിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവൻ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ്. അവൻ ഒരേ ഒരു നല്ല ഇടയനാകുന്നു. അവൻ ഏകസത്യ മുന്തിരിവള്ളിയാകുന്നു. അവൻ ലോകത്തിൻ്റെ ഏക വെളിച്ചമാകുന്നു. അവൻ പിതാവിൻ്റെ ഒരേ ഒരു ദാസനാകുന്നു. പാപത്തിന് വേണ്ടിയുള്ള ഏക യാഗവും അവൻ തന്നെയാണ്. അവൻ ഏക വഴിയും ഏക സത്യവും ഏക ജീവനുമാകുന്നു. അവൻ്റെ പൂർണ്ണമായ ഏകത്വത്തിൽ അനന്തമായ നിറവുണ്ട്. അവൻ സൗരഭ്യം നിറഞ്ഞ പൂക്കുലയാകുന്നു. അവനിലൊരു ഏകത്വമുണ്ട്. എന്നാൽ അവനിൽ സകലവുമുണ്ട്. ദൈവകുഞ്ഞാടിൽ എണ്ണിത്തീരാത്ത ഗുണങ്ങൾ, സവിശേഷതകൾ ഭംഗിയായി ചേർന്നിരിക്കുന്നു. അവനിൽ നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസമുണ്ട്, മോശയുടെ സൗമ്യതയുണ്ട്, യാക്കോബിൻ്റെ ഈ നേടിപ്പിടിക്കുവാനായിട്ടുള്ള ദൃഢതയുണ്ട്, ഏലിയാവിൻ്റെ തീഷ്ണതയുണ്ട്, ഇയ്യോബിൻ്റെ വിശുദ്ധിയുണ്ട്, യോഹന്നാൻ്റെ സ്നേഹമുണ്ട്. ഇവയെല്ലാം യേശുക്രിസ്തുവിൽ, അതെ, ആ ഒരുവനിൽ നമുക്ക് കാണുവാൻ കഴിയും. അവയെല്ലാം അവനിൽ മുഴുവനായും പൂർണ്ണമായും ഇരിക്കുന്നു. അതെ, അവനിൽ സത്യമുണ്ട്, നീതി, ജ്ഞാനം, സ്നേഹം, ദയ, സഹോദരത്വം, വൈഭവം, ശക്തി, അധികാരം, താഴ്മ, ക്ഷമ, വിശ്വാസം, തീഷ്ണത, ധൈര്യം, വിശുദ്ധി. ഇനി എന്തെല്ലാം അതിനോടുകൂടെ ചേർക്കാമോ അതെല്ലാം എല്ലാ ഗുണങ്ങളും നമുക്ക് അവനിൽ കാണുവാൻ കഴിയും. അവിടുന്ന് സകലവുമാണ്. എല്ലാ ഗുണശ്രേഷ്ഠതകളും അവനിൽ ഉൾക്കൊണ്ടിരിക്കുന്നു.
അവൻ സകലത്തിലും സകലവും അവൻ നമ്മുടെ വകയാകുന്നു. അഭിമാനിക്കാൻ വകയുണ്ട്. അതാണ് ഇതിലെല്ലാം അത്ഭുതകരമായ വസ്തുത. ഈ ഉന്നതൻ, ഈ സുന്ദരൻ, ഈ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ, വിശുദ്ധൻ, അവൻ എൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. ഈ ഉറപ്പാകുന്നു നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്, ലക്ഷ്യമുള്ളതാക്കുന്ന ഈ ഉറപ്പാണ്. ഇനി 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മണവാട്ടി മണവാളനെക്കുറിച്ചുള്ള തൻ്റെ മനോഹരമായ വർണ്ണന തുടർന്ന് അവൻ അവളോട് പറയുന്നതാണ് നാം കാണുന്നത്. 15-ാം വാക്യം, എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിൻ്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. പെട്ടെന്നുള്ള അവളുടെ പ്രതികരണം അടുത്ത വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: എൻ്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ, നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചു നോക്കരുത് എന്ന് പറഞ്ഞവൾ തന്നെയാണ് ഈ പറയുന്നത് ഇപ്പോൾ. എന്നാൽ അവൻ അവളോട് പറയുന്നത്, എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ എന്നാണ്. അതെ പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന നാം പാപികളായിരുന്നു. ദാനിയേലിനോട് ചേർന്ന് നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും. ദാനിയേൽ 9:5 നാം വായിക്കുന്നു: കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ച് നിൻ്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ദൈവ പൈതലായിരിക്കുന്ന ഓരോരുത്തരും ഏറ്റുപറഞ്ഞ് സമ്മതിക്കേണ്ടതും ഇത് തന്നെയാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു. തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു എന്ന്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് പിതാവ് നമ്മിൽ യാതൊരു അതിക്രമവും കാണുന്നില്ല, യാതൊരു അനീതിയും കാണുന്നില്ല. ദൈവം ഇസ്രായേലിനെയും ക്രിസ്തുവിലാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ശപിക്കുവാൻ ദൈവം ബിലെയാമിനെ അനുവദിക്കാതിരുന്നത്. കഥ ഓർക്കുന്നില്ലേ? ആ വിധത്തിലാണ് ദൈവം ഇന്ന് നമ്മെയും കാണുന്നത്. അതെ, ദൈവം നമ്മെ കൈകാര്യം ചെയ്തു കൊള്ളും. മറ്റുള്ളവരെ കൊണ്ട് അവൻ ഒരിക്കലും തൻ്റെ മക്കളെ കൈകാര്യം ചെയ്യില്ല, അടിപ്പിക്കില്ല. അതെ, എൻ്റെ പ്രിയേ, നീ സുന്ദരി. ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇതാണ്: നിൻ്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. നിഷ്കളങ്കതയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ് പ്രാവുകൾ. അവളുടെ കണ്ണുകൾ പ്രിയനിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അവളുടെ സൗന്ദര്യമെല്ലാം മണവാളൻ്റെ പ്രതിഫലിപ്പിക്കപ്പെടുന്ന സൗന്ദര്യമാണ്. യേശു ഇപ്രകാരം പറഞ്ഞു: ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചുവള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കുമെന്ന്. അതുപോലെ തന്നെ മുഴുവൻ സൗന്ദര്യമുള്ളതും ആയിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. ഒരു വിശ്വാസി ക്രിസ്തുവിനോടൊപ്പം മറ്റെന്തെങ്കിലും കാണുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ നോട്ടത്തിൽ അവന് സൗന്ദര്യം ഒന്നും തന്നെയില്ല. യേശു ഇപ്രകാരം പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലാണോ താങ്കളുടെ കണ്ണ് പതിപ്പിച്ചിരിക്കുന്നത്? അവനെ മാത്രം നോക്കുന്നതായ, അവൻ്റെ സൗന്ദര്യം മാത്രം ആസ്വദിക്കുന്നതായ ആ മനോഭാവമാണോ? ഇതിന് ഉത്തരം കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സമർപ്പണം വെറും വാക്കുകളിലല്ല, ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാകുന്നു. നിൻ്റെ കണ്ണ് അവനിൽ പതിഞ്ഞിരിക്കുന്നു എങ്കിൽ അവൻ്റെ സൗന്ദര്യം നിന്നിൽ പ്രതിഫലിച്ച് കാണും. അവിടുത്തെ സൗന്ദര്യം നമ്മിൽ പ്രതിഫലിക്കുന്നത് നാം അവനെ കൂടുതൽ നോക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. അവിടുത്തെ വിശുദ്ധി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധി പ്രതിഫലിക്കുവാൻ തുടങ്ങും. അവിടുത്തെ സ്നേഹം കാണുമ്പോൾ, ദയ കാണുമ്പോൾ, അവിടുത്തെ സൗന്ദര്യം കാണുമ്പോൾ അത് നമ്മിൽ കൂടുതൽ പ്രതിഫലിക്കുവാൻ തുടങ്ങും. മണവാളൻ മണവാട്ടിയോട് അവൾ എത്ര സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ തിരിഞ്ഞ് അനേക കാര്യം അവനോട് പറയുന്നു. ഞാൻ 16-ഉം 17-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. 16-ാം വാക്യം:
എൻ്റെ പ്രിയനെ നീ സുന്ദരൻ, നീ മനോഹരൻ, നമ്മുടെ കിടക്കയും പച്ചയാകും. നമ്മുടെ വീട്ടിൻ്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും ആകുന്നു. വിശ്വാസികളായ നമുക്ക് മണവാളൻ സുന്ദരനാണ്. അവൻ എല്ലാ വിധത്തിലും മനോഹരൻ തന്നെ. വിശുദ്ധ അഗസ്തിനോസ് എഴുതി, അവൻ സ്വർഗത്തിൽ സുന്ദരൻ, ഭൂമിയിൽ സുന്ദരൻ, കന്യകയുടെ ഉദരത്തിൽ സുന്ദരൻ, അവൻ്റെ മാതാപിതാക്കന്മാരുടെ കരങ്ങളിൽ സുന്ദരൻ, അത്ഭുതങ്ങളിൽ സുന്ദരൻ, അവൻ്റെ അടിപ്പിണരുകളിൽ അവൻ സുന്ദരൻ, അവൻ്റെ ജീവൻ വെച്ചതിൽ അവൻ സുന്ദരൻ, അത് വീണ്ടും തിരികെ പ്രാപിക്കുന്നതിൽ അവൻ സുന്ദരൻ, ക്രൂശിൽ സുന്ദരൻ, കല്ലറയിൽ സുന്ദരൻ. ഈ വിധത്തിലാണ് അഗസ്തിനോസ് യേശുവിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അവൻ സുന്ദരൻ. ഇവിടെ പറയുന്നു നീ മനോഹരൻ. തിരുനിവാസത്തിലെ പാട്ടിനെ വിവരിക്കുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിലെ നയീം എന്ന വാക്ക് യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ എന്ന് 135 സങ്കീർത്തനം 3 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണിത്, നയീം. ഇവിടെയും അതേ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രിസ്തു സുന്ദരനാണ്, മനോഹര രൂപിയാണ്. ക്രിസ്തുവിൽ നിന്ന് എന്തുകൊണ്ട് ആരെങ്കിലും അകന്നോടിപ്പോകുവാൻ ശ്രമിക്കുന്നു? അതെ, അവിടുത്തെ സൗന്ദര്യം വാസ്തവത്തിൽ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. അവൻ അത്ഭുതവാനാണ്. സ്നേഹിതന്മാർക്കും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദാവീദ് തൻ്റെ സ്നേഹിതനായിരുന്ന യോനാഥാനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു, നീ എനിക്ക് അതിവത്സലനായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം, മനോഹരനായിരുന്നു, സുന്ദരനാണ്. യോനാഥാനേക്കാൾ ശ്രേഷ്ഠനായവനെക്കുറിച്ച് നമുക്ക് എന്തു പറയുവാൻ കഴിയും? അതെ, യേശു താങ്കൾക്ക് അതിവത്സലനാകുന്നുവോ? അവിടുന്ന് അങ്ങനെ ആകുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവനോടുകൂടി ആയിരിക്കുകയും ഏറ്റവും മനോഹരമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ആശ്വാസം പകർന്നു തരുവാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അവനിൽ താങ്കൾ സംതൃപ്തിയുള്ള വ്യക്തിയാകുന്നുവോ? പിതാവായ ദൈവത്തിന് അവനിൽ പ്രീതി ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ. പിന്നെ പറയുന്നു നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. വാസ്തവത്തിൽ വിരുന്നൊരുക്കിയ മുറിയെ ആയിരിക്കും കിടക്ക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹ വിരുന്നിൻ്റെ സമയത്ത് വിരുന്നുമുറി പൂക്കളും പച്ചിലകളും കൊണ്ട് അലങ്കരിക്കുക പതിവായിരുന്നു. ഇക്കാലത്തും വിരുന്നുമുറി അലങ്കരിക്കുന്നത് സാധാരണയാണല്ലോ. കിടക്ക പച്ചയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതായിരിക്കാം. എന്നിരുന്നാലും ഇത് അവർ ആദ്യം തമ്മിൽ കണ്ടുമുട്ടിയ ആടുകളെ മേയ്ക്കുന്ന പച്ചപ്പുൽപ്പരപ്പിൽ വെച്ചായിരുന്ന അവസ്ഥയും ആകാവുന്നതാണ്. അതിൻ്റെ സൂചനയായിരിക്കാം. ഇവിടെ ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നത് ആ അനുഭവമായിരിക്കും. അന്ന് അവർക്കുണ്ടായിരുന്ന ആ അനുഭവം, ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കെ അവർ ഒരുപക്ഷെ പച്ചപ്പുല്ലിൽ ഇരുന്നിരിക്കും. അവിടെ അവർ ആദ്യമായി തമ്മിൽ പരിചയപ്പെട്ട ആ സന്ദർഭമായിരിക്കാം. സമ്പർക്കത്തിൻ്റെ സ്ഥലമായിരുന്നു അത്. 23 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ആട് പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് സംതൃപ്തിയെ കാണിക്കുന്നതാണ്. അത് ആവശ്യത്തിന് നിറയെ ആഹാരം കഴിച്ചിരിക്കുന്നു എന്നാണ് അവിടുത്തെ ചിത്രം. തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ആശ്വാസം കണ്ടെത്തുവാനുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനത്തിനുള്ള ഉത്തരമാണത്. കർത്താവ് പറഞ്ഞ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വരിക. അങ്ങനെയുള്ളവരെ അവിടുന്ന് ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് പച്ചയായ പുൽപ്പുറങ്ങളുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്ഷീണിച്ച് അവശനായിരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ താങ്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. ഒരു ഭക്തൻ ഈ വാക്യത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, നീ ഭാരപ്പെട്ട് നിരാശയിലായിട്ട് അടുത്തിരിക്കുന്നവനെ മറികടന്ന് വിദൂരതയിൽ സമാധാനം അന്വേഷിക്കുകയാണ്. മരുഭൂമിയിലെ ഹാഗാറിനെ പോലെ തുരുത്തിയിലെ അവസാന തുള്ളി വെള്ളം തീർന്ന് നീ കിടന്ന് മരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നീ നിൻ്റെ കാത് തുറക്കുക, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും.
നീ നിൻ്റെ കണ്ണ് തുറന്ന് നോക്കുക, കിണറും ചുറ്റിലും പച്ച മേച്ചിലും കാണുവാൻ കഴിയും. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നീ ഇങ്ങനെ പറയും, എൻ്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ, നമ്മുടെ കിടക്കയും പച്ചയാകുന്നു എന്ന്. അവൻ ആദ്യം ഭൂമിയിൽ വന്നപ്പോൾ ഒരു ഗോശാലയിലാണ് അവന് സ്ഥലം കിട്ടിയത്. അവസാനമായി അവർ അവനെ വെച്ചത് അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിലായിരുന്നു. ഞാനും നിങ്ങളും അവനോടുകൂടെ പച്ചമേച്ചിലിൽ ഇരിക്കേണ്ടതിനു വേണ്ടി അവൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. അവനത് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത്. നമ്മെ ആ അനുഗ്രഹീത അവസ്ഥയിലേക്ക് അവൻ ക്ഷണിക്കുകയാണ്, നടത്തുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ ഈ അതിമനോഹരമായ ബന്ധത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ, ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സൗന്ദര്യമാകുന്നു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിന്ന് പുറപ്പെടേണ്ടത്. സഭ ക്രിസ്തുവിനോട് പറ്റിയിരിക്കുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുക. ക്രിസ്തുവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ദൈവസഭയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം.